ശബരിമലയിൽ സദ്യ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഭക്തർക്ക്. അവിടെ വരുന്നവർക്കെല്ലാം വലിയ ചിലവാണ്. ഒരു സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 രൂപ വരുമെന്നാണ് പറയുന്നത്. അതെ, അപ്പോൾ അത്രയും വിലയുള്ള സദ്യ കൊടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് എരുമേലി അടക്കമുള്ള സ്ഥലത്ത് ശുചീകരണ തൊഴിലാളികൾ വൃത്തിയാക്കിയ ശുചീകരണ തൊഴിലാളികൾക്ക് 35 ദിവസത്തെ ശമ്പളം കൊടുത്തിട്ടില്ല. അവർ കുട്ടയും അവരുടെ ചൂലും ഒക്കെ ആയിട്ട് റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. എന്താ അതിന് കാരണം പറയണേ? 35 ദിവസത്തെ ശമ്പളം, അതായത് 550 രൂപ വീതമുള്ള പണം കൊടുത്തിട്ടില്ല. ദേവസ്വം ബോർഡ് കൊടുത്തിട്ടില്ല ഇതുവരെ. എന്താ ദേവസ്വം ബോർഡിനെ കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണം വ്യക്തമാക്കിയിട്ടില്ല. എന്ത് കാരണം ഉണ്ടെങ്കിലും ഈ പാവങ്ങൾക്ക് അത് ശുചീകരണ തൊഴിലാളികൾ, അതെ, അവര് പണി മുടക്കി കഴിഞ്ഞാൽ ശബരിമലയിലേക്ക് ഈ തന്ത്രിക്കടക്കം ഒരാൾക്കും കടന്നു കയറാൻ പറ്റില്ല. അതെ, കാരണം ഈ ശുചീകരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ കർമ്മപരിപാടികളിലൊന്നാണ്. അല്ലാണ്ട് അത് ചെറിയൊരു സംഭവമല്ല. ഏത് സ്ഥലവും ശുചിയാക്കിയിട്ടില്ലെങ്കിൽ അവിടെ നമുക്കൊരിക്കലും പിന്നെ പ്രവേശിക്കാൻ പറ്റില്ല. അത് നമ്മുടെ പരിസരം ശുചിയായിരിക്കണം, നമ്മുടെ ശരീരം ശുചിയായിരിക്കണം, നമ്മുടെ മനസ്സ് ശുചിയായിരിക്കണം, നമ്മുടെ പ്രവൃത്തി ശുചിത്വം, ഇതൊക്കെ വേണം. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ഒരു കക്കൂസ് പണിതുകൊണ്ടാണ്. AICC മീറ്റിങ്ങിൽ പുള്ളി പോയിട്ട് അവിടെ ഈ മലമൂത്ര വിസർജനം നടത്തി ഇവന്മാരെല്ലാം വൃത്തികേടാക്കിയിട്ടപ്പോൾ പുള്ളി സ്വന്തം നിലക്ക് കൈക്കോട്ടെടുത്ത് ഒരു കുഴി കുത്തിയിട്ട് ഇതെല്ലാം അവിടെ ഇട്ട് മൂടി. എന്നിട്ട് പറഞ്ഞു നമ്മളെല്ലാപ്പോഴും ശുചീകരണത്തിൽ അതങ്ങനെ സ്വന്തം ചെയ്തുകൊണ്ടാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞത് അതേ ശുചിത്വത്തെ പറ്റിയിട്ടാണ്. ശുചിത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ പല മാനങ്ങളുണ്ട്. അപ്പോൾ അതിനു വേണ്ടി എന്തിന് ആളുകൾ ഇപ്പോൾ വിസ്മരിച്ചു പോകുന്നൊരു കാര്യമുണ്ട്. ഒരു കാമുകനും കാമുകയും കൂടി പ്രണയം ആരംഭിക്കുന്നത് കാമുകൻ കാമുകിക്കൊരു കക്കൂസ് കുത്തി കൊടുത്തിട്ടാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു നോവലിൽ അങ്ങനെയാണ്, നിസാർ അഹമ്മദ് വരുന്ന ആ നോവലിൽ അങ്ങനെയാണ്. കാരണം അത് ഗാന്ധിയൻ സ്വാധീനം വരുമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബഷീർ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് പോയി കണ്ടേക്കണ ഒരു സാഹിത്യകാരനാണ് ബഷീർ. എനിക്ക് വലിയ ബഹുമാനമുള്ള ആദരവുള്ള ഒരാളാണ്. അങ്ങോട്ട് പോയി ഞാൻ കാരണം എനിക്കൊന്ന് നമസ്കരിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഞാനും ബാലനും കൂടിയാണ് പോയത്. അതും ഒരു കഥയാണ്. കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുസ്തകത്തിന് ഒരു അവതാരിക എഴുതിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് അവതാരിക എഴുതിയേക്കുന്ന MT വാസുദേവൻ നായരാണ്. അതിനു മുമ്പ് ഞാൻ MTയെ കണ്ടിട്ടില്ല, MTക്ക് എന്നെയും അറിയില്ല. പക്ഷെ ആ വലിപ്പം നിങ്ങൾ നോക്കണം. അജ്ഞാതനും അപരിചിതനുമായ ഒരു ചെറുപ്പക്കാരൻ്റെ ആദ്യത്തെ പുസ്തകം വായിച്ചു നോക്കി ഒരു അവതാരിക എഴുതി തരാം എന്ന് സമ്മതിച്ച ആ മഹാമനസ്കഥയുണ്ടല്ല, അതിൻ്റെ മുന്നിൽ ഞാൻ എന്നും നമസ്കരിച്ച് നിന്നിട്ടുള്ളൂ. അതൊക്കെ പൊയ്ക്കോട്ടെ, ഞാൻ ഈ ശുചിത്വത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആ ശുചിത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ശുചീകരണ തൊഴിലാളികളാണ് സത്യത്തിൽ ശബരിമലയിൽ അയ്യപ്പസ്വാമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അവിടുത്തെ തന്ത്രിമാരും ശാന്തിമാരും ദേവസ്വം ബോർഡും അല്ല. അവർക്ക് എന്തിൻ്റെ പേരിലാണെങ്കിലും 35 ദിവസത്തെ കാശ് കൊടുക്കാനുണ്ട്. അത് ഞങ്ങൾക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല. അതിന് അവർ ഈ 500 ചില്ലാനം രൂപ ഒരു ദിവസം കിട്ടുന്നതിന് വേണ്ടി അവിടെ നിന്ന് കട്ടുമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനായിട്ട് ശബരിമലയിലെ കളവ് അവസാനിച്ചു എന്ന് നിങ്ങൾ ആരും കരുതണ്ട. ശബരിമലയിലെ കളവ് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള എല്ലാത്തിനെയും ചെതയിൽ വെച്ച് കഴിഞ്ഞാലും ഖബറിൽ ആയിക്കഴിഞ്ഞാലും അവിടുത്തെ കളവ് അവസാനിക്കില്ല. ഇപ്പോഴും കളവ് നടക്കുന്നുണ്ടാകും. അവിടുത്തെ ലേലത്തിലൊക്കെ കളവ് നടക്കുന്നുണ്ടാകും. ആ കളവ് അതിൻ്റെ ഒരു ശീലമായിട്ട് വന്നിട്ടുണ്ട്. അത് സഹിക്ക വയ്യാതെയാണ് അയ്യപ്പൻ ഇപ്പോൾ കയറി പിടിച്ചിരിക്കുന്നത്. അയ്യപ്പനെ പോലെ ഇത്രയും ഏറെ ഔദാര്യമുള്ള മഹാമനസ്കതയുള്ള അയ്യപ്പൻ ക്ഷോഭിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ക്ഷോഭമില്ലാത്ത ഒരു മഹാ സാന്നിധ്യം പോലും ഇവരോട് ക്ഷമിച്ച് നിന്ന് ഇപ്പം ഇങ്ങനെ പൊട്ടിത്തെറിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അങ്ങേയറ്റം അതിർത്തിയില്ലാത്ത ഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഇപ്പം അതിൻ്റെ ഭാരവാഹികൾ ആരൊക്കെ തന്നെ ആയാലും അവർ ഇതിന് പൈസ എടുത്ത് കൊടുക്കണമെന്ന് ഇത് വേറെ എങ്ങും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതല്ലല്ലോ. അവരെ പണിക്ക് നിർത്തിയിട്ടുണ്ട് ശുചീകരണ തൊഴിലാളികൾ.
അവരാണ് കൊട്ടയും കൈക്കോട്ടുമായിട്ട് വന്നിട്ട് അവിടെയൊക്കെ ചൂലുമായിട്ട് വന്നിട്ട് അവിടെയൊക്കെ അടിച്ച് തൂത്ത് വൃത്തിയാക്കിയിടുന്നത്. അവർക്ക് അതാത് ദിവസം കാശ് കൊടുക്കേണ്ടതാണ്. ഇത് 35 ദിവസമായിട്ട് 10 പൈസ കൊടുത്തിട്ടില്ല. അതിന് എന്താ അവർ ന്യായീകരണം പറയണത്? ഒരു ന്യായമില്ല. ചുവപ്പ് നാട്. എന്ത് ചുവപ്പ് നാടെന്ന്? അതിനല്ലേ അവരവിടെ ഇരുത്തിയിരിക്കുന്നത്. അവരവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. അത് എവിടെ നിന്ന് വന്നതായാലും അവരാ ജോലി ചെയ്യുന്നവരല്ലേ. അതെ. ആ ജോലി ചെയ്യുന്നവന് കൂലി കൊടുക്കണ്ടേ? കൂലി ഇല്ലാതെ അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് എന്തൊരു വൃത്തികേടാണ്. എന്നിട്ടാണ് അവരാണിത് മുഴുവൻ അടിച്ചു മാറ്റുകയും ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്ന എല്ലാവരും നിന്ന് ശമ്പളം പറ്റുന്നുണ്ടല്ലോ, അവരുടെ ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ വലിയ ശമ്പളം ഉള്ളവർക്കെന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല സത്യം എത്രയാണെന്ന്. 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷമൊക്കെ ശമ്പളം ഉള്ളവരാണ് അവിടെ ഇരിക്കുന്ന മഹാന്മാരും മഹതികളും. അവരാണ് ഈ 550 രൂപ 550 രൂപ ഒരു തൊഴിലാളിക്ക് കൊടുക്കാനില്ല, അത് ഞങ്ങൾക്കിപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇതിനെന്ത് വിശേഷിപ്പിക്കണം? എന്തായാലും ശരിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാറിൻ്റെ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ അദ്ദേഹവും ഇതിൻ്റെ ഭാഗമാണ് എന്ന ആളുകൾ പറഞ്ഞു കൊടുക്കും. കാരണം മനുഷ്യരോട് കാരുണ്യം കാണിക്കണ്ടേ? അല്ല, ഈ സദ്യ നടത്താൻ പൈസയുണ്ട്. അത് കളവാണല്ലോ. അത് കളവാണ്. അതിപ്പോൾ അതിൻ്റെ സദ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ആറന്മുളയിൽ വള്ളസദ്യ ഉണ്ടല്ലോ. ഈ പ്രാവശ്യം വള്ളസദ്യയുടെ പീരീഡിൽ അവിടെ ഞാൻ ഒരു പ്രസംഗത്തിന് പോയിരുന്നു. എന്താ ഈ വള്ളപ്പാട്ടിനെക്കുറിച്ചുള്ള ഒരു സാഹിത്യ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, സാറേ വള്ളസദ്യ കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അത് വലിയൊരു കാര്യമാണ്, എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വള്ളസദ്യയുടെ ഇല കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ആദ്യം ഇടുന്നത് ഒരു വിസിറ്റിംഗ് കാർഡാണ് ഇലയിൽ. അപ്പോൾ ഞാനതെടുത്ത് നോക്കി, ഇനി ഇതും ഒരു ഐറ്റം ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നോക്കിയ സമയത്തെന്ന് വെച്ചാൽ ഇത് കേറ്ററിംഗ് ഗ്രൂപ്പിൻ്റെ കാർഡാണ്. അപ്പോൾ അവർ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ 250 സദ്യ വെച്ച് ഓരോരുത്തർക്കും ലേലം ചെയ്ത് കൊടുത്തേക്കാണ്. അവരാണെങ്കിൽ ഇത്ര അരുചികരമായൊരു ഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ വള്ളസദ്യ ആറന്മുളയിൽ നിന്ന് കഴിച്ചതുപോലെ കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അതിനകത്തുണ്ട് പ്രമാണിമാർക്കൊക്കെ ആയിട്ട്, അത് വലിയ രുചികരമാണെന്നാണ് പറഞ്ഞത്. പ്രമാണി അല്ലാത്ത നമുക്ക് അതിനകത്ത് യാതൊരു സ്കോപ്പും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ അതൊരു എല്ലായിടത്തും ഈ സദ്യയിലെല്ലാം ഞാനിത് പറഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ 250 രൂപയുടെ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 രൂപ കൊടുക്കുള്ളൂ, ബാക്കി 100 രൂപ അടിച്ചു മാറ്റും. ഈ സദ്യ ഒറിജിനൽ ഉണ്ടാക്കി കൊടുക്കുന്നതിന് 150 രൂപ കൊടുക്കുള്ളൂ, ബാക്കി 100 രൂപ അതിൻ്റെ ഇടനിലക്കാരെ അടിച്ചു മാറ്റും. ആ അടിച്ചു മാറ്റുന്ന 100 രൂപ അടിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ സദ്യ കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ഇലയെണ്ണി നോക്കാൻ പറ്റുമോ? 10,000 കൊടുത്തു എന്ന് പറഞ്ഞാൽ 10,000 കൊടുത്തു എന്ന് പറഞ്ഞാൽ 10,000 വിശ്വസിച്ചേ പറ്റൂ. 500 കൊടുത്തിട്ടോ അല്ലെങ്കിൽ 5,000 കൊടുത്തിട്ടോ 10,000 കൊടുത്തു എന്ന് പറഞ്ഞ് ബില്ലെഴുതി അതിൻ്റെ കാശ് മേടിക്കും. അങ്ങനെ ഈ സദ്യ സ്വന്തം നിലക്ക് ഏറ്റെടുത്ത് നടത്താമെന്ന് തീരുമാനിച്ചത് തന്നെ ഒരു വലിയ അഴിമതിയിലേക്കാണ് അത് പോകുന്നത്. കാരണം ഇവരെങ്ങനെ ഇതിൻ്റെ എണ്ണം തിട്ടപ്പെടുത്തും എന്ന് പറയട്ടെ. എങ്ങനെ എണ്ണം തിട്ടപ്പെടുത്തും? ഇലയുടെ എണ്ണം എടുത്തിട്ട് തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് എടുത്തിട്ട് തിട്ടപ്പെടുത്താൻ പറ്റുമോ? അവിടെ വരുന്ന ക്വാണ്ടിറ്റി ഓഫ് ഫുഡും അതിൻ്റെ ക്വാളിറ്റിയും മെഷർ ഔട്ട് ചെയ്യാൻ ഇവർക്ക് എന്ത് സംവിധാനമുണ്ട്? ഒന്നുമില്ലല്ലോ. ഒരു സംവിധാനവും ഇല്ലാതെ ഇവർ ഇതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മെഷർ ഔട്ട് ചെയ്യാൻ ഒരു സംവിധാനവും ഇല്ലാതെ ഇവർക്ക് എങ്ങനെ ഇതിൻ്റെ എണ്ണം പറയാൻ പറ്റും? അപ്പോൾ ശബരിമലയിൽ ഈ സദ്യ നടത്താൻ തീരുമാനിച്ചത് തന്നെ ഒരു വലിയ കൊള്ളക്ക് തുടക്കമിട്ടതാണത്. ആ കൊള്ള നടത്തുന്നവരാണ് ഈ പാവപ്പെട്ടവർക്ക് 550 രൂപ വെച്ചൊരു ദിവസം കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുന്നത്. ജയകുമാർ അത് ശ്രദ്ധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇല്ലെങ്കിൽ അതിൽ അപമാനിതനാകുന്നവരുടെ ഒന്നാം സ്ഥാനക്കാരൻ ജയകുമാർ ആയിരിക്കും എന്ന കാര്യവും കൂടി അദ്ദേഹം ഓർക്കണം.